ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് ഈ പുതുവർഷ പുലരിയിൽ, ഈ പുതുവർഷത്തിൽ മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പുതുവർഷ ആശംസകൾ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും നേർന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷം മുഴുവനും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നതിന്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമാകാൻ വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ പോകുന്ന അനുഗ്രഹങ്ങളെ പ്രതി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെ, നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും, ഭവനത്തിന് ചുറ്റും, വസ്തുവകകൾക്ക് ചുറ്റും, നമ്മുടെ സമ്പത്തിന് ചുറ്റും, നമ്മുടെ എല്ലാം ബന്ധങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ നൽകുന്നു. കർത്താവായ ദൈവം സമർത്ഥമായി ഈ വർഷം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാകാൻ കർത്താവിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 91. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട്, എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഇന്ന് ഈ സന്തോഷ പുലരിയിൽ, ഈ 2025 ശുഭപ്രതീക്ഷകളോടെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നടത്തിത്തരാൻ ശക്തനാണ് എന്ന് വിശ്വസിക്കുക. നമുക്ക് ഓരോരുത്തർക്കും വളരെയധികം ആവശ്യങ്ങളുണ്ട്, വളരെയധികം കാര്യങ്ങൾ ചെയ്ത് കിട്ടാനുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ആവശ്യം ദൈവം മാത്രമാണ്. എന്നാൽ ദൈവം നിങ്ങളുടെ പക്ഷത്തെങ്കിൽ നിങ്ങൾക്കെല്ലാം ഉണ്ട്. അതിനാൽ ഈ പുതുവർഷം നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം ഞാൻ ആഴപ്പെടുത്തും.
ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എങ്കിൽ എൻ്റെ ഏതവസ്ഥയിലും എന്നെ രക്ഷിക്കാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ടാകും. അതിനാൽ തന്നെ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് ഭയവും ആകുലതകളും ആവലാതികളും എടുത്തുമാറ്റി എന്ത് പ്രശ്നം വന്നാലും, ആരൊക്കെ എവിടൊക്കെ ഏതൊക്കെ പ്രശ്നങ്ങൾ നമുക്കെതിരെ ഉണ്ടാക്കിയാലും നിങ്ങളുടെ വിശ്വാസം കർത്താവിൽ ഉറച്ചതാണ് എങ്കിൽ നിങ്ങൾ ഒന്നിനെ ഓർത്തും ഭാരപ്പെടേണ്ട. ഈ 2025 എല്ലാ സമൃദ്ധിയുടെയും വർഷമായി തീരും. എന്നാൽ നിങ്ങൾ ദാനത്തെക്കാൾ ഉപരിയായി ദാതാവിനെ സ്നേഹിക്കുകയും ദാതാവിനെ സ്വന്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദാനങ്ങളും ദാനമായി തന്നെ ലഭിക്കും. അതിനാൽ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പുതുവർഷ പുലരിയിൽ ഞങ്ങളെ വിളിച്ചുണർത്തി ഒരു വർഷം കൂടി കാണിച്ചു തന്ന അങ്ങയുടെ കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അനേകർ ഈ പുതുവർഷം കാണാതെ മൺമറഞ്ഞു പോയപ്പോൾ അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങൾക്ക് ആയുസ് കൂട്ടിത്തന്ന്, ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷ തന്ന്, പുതിയ പ്രത്യാശ തന്ന് ഞങ്ങളെ ഈ പുതുവർഷത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഈ വർഷം ഈ സങ്കീർത്തനം 91 പറഞ്ഞിരിക്കുന്ന ഓരോ വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകണമേ. ഈ വാഗ്ദാനങ്ങൾ ഓരോന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ എല്ലാ മേഖലയിലും ഞങ്ങൾ അനുഗ്രഹീതരാകുവാൻ, ഇന്നുവരെ ഉണ്ടായ ജീവിതത്തിലേക്കാൾ അല്പം മെച്ചപ്പെട്ട ജീവിതം, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുള്ള ജീവിതം, മറ്റെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുക. അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ക്രമാതീതമായി നടന്നിരിക്കും. കർത്താവായ ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും ഈ പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നൽകി, സമ്പൽ സമൃദ്ധി നൽകി, ആയുസ്സും ആരോഗ്യവും നൽകി ഈ വർഷം മുഴുവനും ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള കൃപ നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവിധ ആശീർവാദവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ
പുതുവർഷ പുലരിയിൽ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വർഷം മുഴുവനും നിങ്ങളെ നയിക്കട്ടെ, നിങ്ങളെ വഴി നടത്തട്ടെ, നിങ്ങളെ സകല അഭിവൃദ്ധിയിലേക്കും നയിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൂട്ടിച്ചേർത്ത് ഈ വർഷം മുഴുവനും ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടി അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.